ഓണം എക്സാമിൻ്റെ തീയതി പ്രഖ്യാപിച്ചു, പക്ഷേ ടൈം ടേബിൾ വന്നിട്ടില്ല. പോർഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് പറഞ്ഞൊരു വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓണം എക്സാമിൻ്റെ പോർഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഓണം എക്സാം ഡേറ്റ് സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 13 വരെയാണ്. അത് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഓണം എക്സാമിന് ഫുൾ A+ നിങ്ങളുടെ ലക്ഷ്യം തകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് ഫുൾ A+ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ എനിക്ക് ഓണം എക്സാമിന് എല്ലാ വിഷയത്തിനും A+ കിട്ടണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് കൂടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഓണം എക്സാമിന് ഏതൊക്കെ വിഷയങ്ങൾ എത്രത്തോളം പഠിച്ചു തുടങ്ങി, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓണം എക്സാമിന് ഏതൊക്കെ വിഷയങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലേ, എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ ടൈപ്പ് ചെയ്യുന്നതിന് കൂടെ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ, നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ കിട്ടാൻ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഒന്ന് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട മൊത്തം അപ്ഡേറ്റുകളും ചാപ്റ്റർ ലൈവുകളും വീഡിയോസും എല്ലാ കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ എജ്യൂപോഡ് SSLC എന്ന ഈ ഒരു ചാനലിലൂടെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഓണം എക്സാം സെറ്റാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ്. നമുക്ക് പഠിക്കാൻ തീരുമാനിക്കണം. ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, സെപ്റ്റംബർ 4 മുതൽ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുന്ന ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് എനിക്കറിയാം. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നീട് വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് എനിക്കറിയാം. ഇനി ഞാൻ ചെയ്യേണ്ടത് പഠനമാണ്. അപ്പോൾ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. ഇനി മുതൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ, ഓണം എക്സാമിന് എനിക്ക് ഫുൾ A+ നേടണം, ഓണം എക്സാമിൻ്റെ എല്ലാ വിഷയങ്ങളും എനിക്ക് ഫുൾ A+ നേടണം. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ദിവസവും 3 മണിക്കൂർ പഠനത്തിനായിട്ട് മാറ്റി വെക്കാനേ ഞാൻ പറയുള്ളൂ. വെറും 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സമയമാണ്, രാത്രിയാണെങ്കിൽ രാത്രി, രാവിലെ ആണെങ്കിൽ രാവിലെ, ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ടൈം, ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾ 3 മണിക്കൂർ പഠനത്തിനായിട്ട് മാറ്റി വെക്കുമ്പോൾ ആ 3 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾ ഏറ്റവും ടഫുള്ള വിഷയം പഠിക്കുന്നു, അടുത്തൊരു മണിക്കൂർ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയം പഠിക്കുന്നു, അടുത്തൊരു മണിക്കൂർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള സമയമാണ്. അപ്പം ഏറ്റവും ടഫുള്ള വിഷയം, ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയം, 1 മണിക്കൂർ നിങ്ങളുടെ ലാംഗ്വേജുകൾ ഏതെങ്കിലും പഠിക്കാനുള്ള സമയം. അങ്ങനെ ഈ 3 മണിക്കൂർ നിങ്ങൾ ദിവസവും പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ദിവസവും പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിവസവും 3 മണിക്കൂർ ഞാൻ പറയുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതും എന്താടാ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഡീവിയേഷൻസ്. നിങ്ങളുടെ മനസ്സിനെ ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 1 ഇൻസ്റ്റഗ്രാം, 2 വാട്സപ്പ്, സ്നാപ്ചാറ്റ്, യൂട്യൂബ് ഷോർട്സ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യിക്കും. ചിലപ്പം ഈ മൊബൈൽ ഫോൺ മാത്രമാണെന്നില്ല, കമ്പ്യൂട്ടർ ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കഥകളാവാം. നിങ്ങൾ എന്നാൽ പഠിക്കാനിരിക്കുമ്പം നിങ്ങളുടെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ എന്ത് പറയണം, നോ എന്ന് പറയണം. അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഗെയിം ആയിക്കോട്ടെ, മൊബൈൽ ഗെയിം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി നിർത്തിയേ പറ്റൂ. ഇത് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ഓണം എക്സാമിന് ഫുൾ A+ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് 3 മണിക്കൂർ പഠിക്കാനിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പുസ്തകം നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പഠിച്ചത് നിങ്ങളുടെ തലയിൽ കയറില്ല. അപ്പോൾ മക്കളെ, ഇൻസ്റ്റഗ്രാം ഒഴിവാക്കണം, വാട്സപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഞാൻ പറയില്ല. കാരണം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ സ്റ്റഡി ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പഠന ആവശ്യത്തിന് വെച്ച് ബാക്കി കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, വാട്സപ്പ് ഉപയോഗിക്കരുത്, സ്നാപ്ചാറ്റ് ഉപയോഗിക്കരുത്. യൂട്യൂബ് ലൈവ് കാണാനും, നമ്മൾ എജ്യൂപോഡ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനും മാത്രമായിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിക്കുക, യൂട്യൂബ് ഉപയോഗിക്കുക. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, യൂട്യൂബ് ഉപയോഗിക്കരുത്. അപ്പോൾ ഈ നിങ്ങളെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന, അത് സിനിമ ആയിക്കോട്ടെ, അനീം ആയിക്കോട്ടെ, വെബ് സീരീസ് ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനോടൊക്കെ ഈ ഒരു മാസക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, നോ എന്ന് പറയുക. കാരണം സെപ്റ്റംബർ 4 നടക്കുന്ന ഓണം എക്സാമിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ വെൽ പ്രിപ്പയർ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാനിരിക്കാൻ. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് PYQ നോട്ടും നന്നായിട്ട് റെഫർ ചെയ്യണം അല്ലേ. ഈ ഓണം എക്സാമിന് പ്രത്യേകം എന്താ, പൊതുവെ എല്ലാ വിഷയങ്ങളിലും PYQs മുൻ വർഷങ്ങളിൽ ഓണം എക്സാമിന് ചോദിച്ച പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എല്ലാ വിഷയങ്ങളിലും എന്ത് ചെയ്യാറ്, ഓണം എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം,
PYQ റെഫർ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അഥവാ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും റെഫർ ചെയ്തേ പറ്റൂ. അതിന് കൂടെ നിങ്ങൾ ഒരു സ്റ്റഡി നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 മണിക്കൂർ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. മാത്സ് ഒക്കെ ആണെങ്കിൽ ആ പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, ഫിസിക്സ് ആണെങ്കിൽ ആ പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, സോഷ്യലും ബയോളജി ഒക്കെ ആണെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ഒരു സെൽഫ് മെയ്ഡ് നോട്ട് ഉണ്ടാക്കുക. ആ നോട്ടും PYQസും വെച്ച് വേണം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യാൻ, പഠിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് സേ നോ ടു ലാസ്റ്റ് മീൻസ് പ്രിപ്പറേഷൻ. പൊതുവെ ആളുകൾ എന്താ, ഇന്ന് ജൂലൈ 29, നാളെ ജൂലൈ 30, മറ്റന്നാൾ ജൂലൈ 31. ജൂലൈ 31 പിന്നെയും ഉണ്ട് 34 ദിവസം എന്തിന്, ഓണം എക്സാമിന്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാം നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പഠനം ഇങ്ങനെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ എക്സാമിൻ്റെ തലേന്ന് പഠിക്കാനിരിക്കും മക്കളെ. സോഷ്യൽ തന്നെ 7 പാഠങ്ങൾ പഠിക്കാനുണ്ട്, ഫിസിക്സിൽ 3 പാഠം, മാത്സിൽ 4 പാഠം. അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓണം എക്സാമിന് ഓരോ വിഷയം പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് പഠിക്കാതെ എല്ലാം ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിന് ആകെ ഒരു അവിയൽ കുഴച്ച അവസ്ഥയിലായിട്ട് നിങ്ങളുടെ തലച്ചോറ് ആകെ പെട്ടുപോകും. ഏതാ പഠിക്കുന്നത് മനസ്സിലാവാതെ നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, അത് ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും മോഡൽ എക്സാം ആയാലും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പാടില്ല. നിങ്ങൾ ദിവസവും സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു 3 മണിക്കൂർ ദിവസവും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നിങ്ങളുടെ തലച്ചോറ്, കാരണം അത്രയും കാലം പഠിക്കാതെ പെട്ടെന്ന് എക്സാമിന് തലേന്ന് നിങ്ങൾ പഠിക്കാനിരിക്കും, എന്താ അവസ്ഥ, നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാവില്ല എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എവിടെ വരുന്നു, എക്സാമിൻ്റെ തലേന്ന് വരും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പാടില്ല, ചിട്ടയായിട്ട് പഠിക്കാം. പിന്നെ നമുക്കറിയാം നമ്മൾ എക്സാമിൻ്റെ തലേന്ന് എന്ത് തരാറുണ്ട്, മാരത്തോൺ ലൈവ് തരാറുണ്ട് അല്ലേ. അപ്പോൾ ആ മാരത്തോൺ ലൈവ് നിങ്ങൾ എന്തായിട്ട് സെലക്ട് ചെയ്യണം, ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട്. കാരണം നമ്മളതിൽ ഡിസ്കസ് ചെയ്യുക എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചു കഴിഞ്ഞ ഒരാൾ എക്സാമിന് തലേന്നത്തെ ഈ ഒരു മാരത്തോൺ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നാളെ ചോദിക്കാൻ ചാൻസ് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു റിവിഷനായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിട്ട് വേണം നിങ്ങൾ മാരത്തോൺ ലൈവ്. എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്ത് തരും, മാരത്തോൺ ലൈവ് തരും. നാളെ സോഷ്യൽ സയൻസ് എക്സാം ആണെങ്കിൽ തലേന്ന് 2-3 മണിക്കൂർ നിന്ന് നിൽക്കുന്ന മാരത്തോൺ ലൈവ് ഉണ്ടാവും. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാ എക്സാമിൻ്റെയും തലേന്ന് മാരത്തോൺ ലൈവുകൾ ഉണ്ടാവും. ആ ലൈവുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കണം. കാരണം നിങ്ങൾ പഠിച്ചു വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആയിരിക്കണം എന്ത്, മാരത്തോൺ ലൈവ് ക്ലാസ്. ഇനി നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കാണ്. സ്ഥിരമായിട്ട് പഠിക്കുക. സ്ഥിരമായിട്ട് എന്നും ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിനോട് നോ പറഞ്ഞ്, സ്നാപ്ചാറ്റിനോട് നോ പറഞ്ഞ്, ഗെയിംസിനോട് നോ പറഞ്ഞ് പഠനത്തിനായിട്ട് നിങ്ങൾ ദിവസവും 3 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമടാ ഫുൾ A+. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, PYQs നന്നായിട്ട് റെഫർ ചെയ്യണം. നോട്ടുകൾ നിങ്ങൾ തന്നെ ഒരു സെൽഫ് മെയ്ഡ് നോട്ട് ഉണ്ടാക്കി എടുക്കണം. അതിപ്പോൾ ഏത് സബ്ജക്റ്റിനായാലും ആ ഒരു നോട്ട് ഉണ്ടാക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനോടും അതേപോലെ സ്നാപ്ചാറ്റിനോടും അനീമിനോടും ഗെയിമിനോടൊക്കെ ഈ ഒരു മാസക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം, നോ പറയണം. ഇത് സ്ഥിരമായിട്ട് 3 മണിക്കൂർ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. നാഫിയുടെ വക എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് നാഫി എന്നാണല്ലോ, അതാണ് നാഫിയുടെ വക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മക്കളെ എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓണം എക്സാം എളുപ്പമാവട്ടെ, ഓണം എക്സാമിന് ഫുൾ A+ കിട്ടട്ടെ. അപ്പോൾ അടുത്ത മാസം നടക്കുന്ന ഓണം എക്സാമിന് നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങും ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, സാർ ഇന്ന് മുതൽ ഞാൻ പഠിക്കുമെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ആർക്കെങ്കിലും ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വീഡിയോ കൂടി എന്ത് ചെയ്യുക, ഒന്ന് കാണട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കഴിയുകയാണെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.